നമ്മൾ ശരിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലേ? ആ ഒരു സത്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വപ്നങ്ങളെയും അത് നേടിയെടുക്കാനുള്ള പോരാട്ടങ്ങളെയും കുറിച്ചാണ്. ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ഓട്ടത്തിൽ എത്രത്തോളം നിരാശകളും സങ്കടങ്ങളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാമെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ആ സ്വപ്നം തീർച്ചയായും സാധ്യമാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് ഇതിനോടകം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുക എന്നത് ഇത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കുന്നത്? ഈ മാറ്റത്തിന്റെ വഴിയിൽ ഒരുപാട് നിരാശകളും പരാജയങ്ങളും കടുത്ത വേദനകളും നമ്മൾ നേരിടേണ്ടിവരും. ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ തന്നെ സംശയിച്ചു പോകും. ദൈവമേ, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കാൻ മാത്രമാണല്ലോ ശ്രമിക്കുന്നത്, ആരെയും ദ്രോഹിക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഈ പ്രതിസന്ധികൾ നമ്മളെ വല്ലാതെ തളർത്തിയേക്കാം. പക്ഷെ ഓർക്കുക, എത്ര വലിയ ബുദ്ധിമുട്ടുകൾ വന്നാലും ഒരിക്കലും നിങ്ങളുടെ സ്വപ്നങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിക്കരുത്. ഇവിടെ നമ്മൾ കാലങ്ങളായി വിശ്വസിച്ചു പോരുന്ന ഒരു വലിയ തെറ്റിദ്ധാരണ തിരുത്തേണ്ടതുണ്ട്. മഹത്വമെന്നത് അസാധാരണമായ വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രം കിട്ടുന്ന ഒന്നാണെന്ന ചിന്ത പൂർണ്ണമായും തെറ്റാണ്. നിങ്ങളെ തേടിയെത്തുന്ന ആ മോശം സമയങ്ങൾ അവിടെ സ്ഥിരമായി നിൽക്കാനല്ല, മറിച്ച് കടന്നു പോകാൻ വേണ്ടി മാത്രമുള്ളതാണ്. യഥാർത്ഥത്തിൽ മഹത്വമെന്നത് നമ്മളിൽ എല്ലാവരിലുമുണ്ട്. ആ വലിയ നേട്ടത്തിന് പൂർണ്ണമായും അർഹനായ വ്യക്തി നിങ്ങളാണെന്ന് നിങ്ങൾ തന്നെ ഉറച്ചു വിശ്വസിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ആ അപാരമായ കഴിവ് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് സുഹൃത്തുക്കളെ. ഇനി നോക്കൂ, ഭൂരിഭാഗം ആളുകളും വീഴുന്ന ഒരു വലിയ കെണിയുണ്ട്. അതെന്താണെന്നറിയാമോ? വളരെ സാധാരണമായ ഒരു ജീവിതത്തിലേക്ക് അവരങ്ങ് ഒതുങ്ങിപ്പോകും. ഒരു കുടുംബം നോക്കുന്നു, ജീവിക്കാനുള്ള വരുമാനം കണ്ടെത്തുന്നു, പിന്നെ അവിടെ വെച്ചവരെല്ലാം അവസാനിപ്പിക്കും. സ്വന്തം വളർച്ചയെക്കുറിച്ച് അവർ പിന്നീട് ചിന്തിക്കുന്നതേയില്ല. സ്വയം മെച്ചപ്പെടാനോ തങ്ങളുടെ കഴിവുകളുടെ പരിധികൾ കടക്കാനോ അവർ തയ്യാറാകില്ല. എന്നിട്ടോ തങ്ങളുടെ സാഹചര്യങ്ങളെക്കുറിച്ച് എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ അതൊന്നും മാറ്റിയെടുക്കാൻ യാതൊന്നും ചെയ്യുകയുമില്ല. ശരിക്കും ഒരു ഓട്ടോ പൈലറ്റ് മോഡിൽ അവരുടെ ജീവിതം അങ്ങ് തീർക്കുകയാണ്. എന്തുകൊണ്ടാണ് മിക്ക ആളുകളും തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാത്തത് എന്നറിയാമോ? അവരെ തളച്ചിടുന്ന കൃത്യമായ ചില മാനസിക തടസ്സങ്ങളുണ്ട്. ഒന്നാമത്തേത് പരാജയപ്പെടുമോ എന്ന ഭയമാണ്. ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലോ എന്ന വലിയ പേടി. എന്നാൽ മറുവശത്ത് മറ്റൊരു ഭയവുമുണ്ട്, വിജയത്തോടുള്ള ഭയം. ഇനിയിപ്പോൾ ഞാൻ വിജയിച്ചാൽ അതെനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന ചിന്ത. തുല്യശക്തിയുള്ള ഈ രണ്ട് ഭയങ്ങളും അവരെ റിസ്ക് എടുക്കുന്നതിൽ നിന്ന് എപ്പോഴും പിന്തിരിപ്പിക്കുന്നു എന്നതാണ് സത്യം. ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാൽ, നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ സ്വന്തം വ്യക്തിത്വം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു എന്നതാണ്. മറ്റുള്ളവരെക്കുറിച്ച് ഒരുപാട് പഠിക്കുകയും അവരെപ്പോലെ ആകാൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാതെ പോകുന്നു. മറ്റൊരാളെ അനുകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ലോകത്തിലെ ഏറ്റവും മികച്ച കോപ്പി ക്യാറ്റ് ആകാൻ കഴിയില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളായിക്കൊണ്ട് ഏറ്റവും മികച്ച ഒരാളാകാൻ തീർച്ചയായും കഴിയും. അത് നിങ്ങളുടെ മാത്രം പ്രത്യേകതയാണെന്ന് ഓർക്കുക. അങ്ങനെയെങ്കിൽ ഈ മാറ്റത്തിനായുള്ള പ്രായോഗികമായ ചില വഴികൾ നോക്കാം. നിങ്ങളുടെ സ്വപ്നത്തിലേക്കെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലക്ഷ്യമില്ലാത്ത പരാജിതരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആദ്യം തന്നെ ഒഴിവാക്കണം. നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്ന കാര്യങ്ങളെ വെട്ടിമാറ്റുക, ഏകാന്തതയെ സ്നേഹിക്കാൻ പഠിക്കുക, ശരിയായ വ്യക്തിത്വത്തിലേക്ക് മാറാൻ തുടങ്ങുക. അങ്ങനെ നിങ്ങൾ ശരിയായ വ്യക്തിയായി മാറുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ സ്വയം വേറിട്ട് നിൽക്കാൻ തുടങ്ങും. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു പ്രത്യേകത കൈവരും. അതിനായി ആദ്യം നിങ്ങളുടെ സ്വന്തം മൂല്യം എന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തണം. ഇവിടെ നിങ്ങൾ ആദ്യം അംഗീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവർക്കും നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എല്ലാവരും നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഉൾക്കൊള്ളുകയോ നിങ്ങളോടൊപ്പം നിൽക്കുകയോ ചെയ്യില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയേ മതിയാകൂ. കാരണം നിങ്ങൾ തികച്ചും വ്യത്യസ്തനായ അസാധാരണനായ ഒരാളാണ്. അതുകൊണ്ട് വെറുമൊരു കൂട്ടത്തിൽ ഒരാളായി ഒതുങ്ങി നിൽക്കാതെ അവരിൽ നിന്ന് വേറിട്ട് നടക്കാൻ നിങ്ങൾ എപ്പോഴും തയ്യാറാകണം. അപ്പോഴൊരു ചോദ്യം വരും, നമ്മൾ ആരുമായി ചേർന്ന് നിൽക്കണം? സാധാരണക്കാരുടെ കൂട്ടത്തിൽ നിന്ന് അംഗീകാരം തേടുന്നതിനു പകരം വിജയിക്കാൻ അതിയായ ദാഹമുള്ളവരുമായി നിങ്ങൾ ഒത്തുചേരണം. തടയാൻ കഴിയാത്തവരും വിട്ടുവീഴ്ചയില്ലാത്തവരും ജീവിതം ഉള്ളതുപോലെ ജീവിച്ചു തീർക്കാൻ വിസമ്മതിക്കുന്നവരുമായ ആളുകളെ നിങ്ങളുടെ ബിസിനസ്സിലേക്കും ജീവിതത്തിലേക്കും കൊണ്ടുവരിക. തങ്ങളുടെ സ്വപ്നങ്ങൾ ജീവിക്കുന്ന ആളുകളൊപ്പം നിൽക്കുക. കാരണം വിജയമെന്നത് പൂർണ്ണമായും അവരവരെ ആശ്രയിച്ചാണുള്ളത് എന്നവർക്ക് നന്നായിട്ടറിയാം. ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തിരികെ നൽകുന്ന വലിയൊരു അധികാരമുണ്ട്. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ ഒരിക്കലും നിങ്ങളുടെ യാഥാർത്ഥ്യമാകേണ്ടതില്ല. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് പേടിച്ച് ജീവിതകാലം മുഴുവൻ ഇരയായി കഴിയേണ്ട ആവശ്യമില്ല. നിങ്ങൾ എത്ര നിരാശകൾ നേരിട്ടാലും നിങ്ങളുടെ ഉള്ളിൽ ഉറച്ചൊരു വിശ്വാസമുണ്ടായിരിക്കണം. മറ്റാർക്കും നിങ്ങളുടെ കഴിവ് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ട് ഈ ഒരൊറ്റ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ലാതെ നിങ്ങളെ തന്നെ അടുത്തറിയാൻ വേണ്ടി ദിവസത്തിൽ വെറും 1 മണിക്കൂർ പൂർണ്ണമായും നിങ്ങൾക്കായി മാത്രം ചിലവഴിക്കുക.
നിങ്ങൾ ആരാണെന്നും നിങ്ങൾ എന്താകാനാണോ ജനിച്ചത് ആ വ്യക്തിയായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് പൂർണ്ണമായും വേറിട്ട് നിൽക്കും. എല്ലാവരെയും സന്തോഷിപ്പിക്കുക എന്നത് നിങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് എപ്പോഴും ഓർക്കുക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ സ്വന്തം മനസ്സിൽ സമയം നിക്ഷേപിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നതുവരെ നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ അടുത്ത സാമ്പത്തിക അല്ലെങ്കിൽ പ്രൊഫഷണൽ തലത്തിലേക്കെത്താൻ കഴിയില്ല എന്നതാണ്. നിങ്ങൾ കൂടുതൽ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ചിന്തകളെ വികസിപ്പിക്കാൻ നല്ല പുസ്തകങ്ങൾ വായിക്കുക, പുതിയ ആശയങ്ങൾക്കായി കോൺഫറൻസുകളിൽ പങ്കെടുക്കുക. നിങ്ങളുടെ സ്വന്തം വളർച്ചയ്ക്കായി നിക്ഷേപിക്കാൻ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അതുകൊണ്ട് വെറുതെ സംസാരിക്കുന്നത് നിർത്തി ഇന്നു മുതൽ തന്നെ നിക്ഷേപിക്കാൻ തുടങ്ങുക. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചും ലക്ഷ്യങ്ങളെക്കുറിച്ചും വാചാലമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? എന്നിട്ട് അതിനായി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ലേ? എങ്കിൽ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. പ്രവർത്തിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ആദ്യത്തെ ചുവടുവയ്ക്കുക. വെറുതെ സംസാരിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല. അത് പ്രാവർത്തികമാക്കാനുള്ള ആ ആദ്യ ചുവടുവെപ്പ് നിങ്ങൾ ഇന്ന് തന്നെ എടുക്കണം. ഈ വലിയ പ്രയത്നത്തിന്റെ അന്തിമഫലം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെയും നാടിനെയും അഭിമാനിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തെ സ്വാധീനിക്കാനും അവർക്ക് സാധ്യമായ ഏറ്റവും വലിയ പ്രചോദനമായി മാറാനും നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ വരവോടെ ഈ ലോകം പിന്നീടൊരിക്കലും പഴയതുപോലെയായിരിക്കില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ മോഷ്ടിക്കാൻ ആരെയും ഒരിക്കലും അനുവദിക്കരുത്. പക്ഷെ ഓർക്കുക, ഇതെല്ലാം നിങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷമായി മാറും. നിങ്ങളുടെ യാത്രയിൽ തുടർച്ചയായി പരാജയപ്പെടുന്ന നിമിഷങ്ങളുണ്ടാവും. നിരന്തരമായ തിരസ്കരണങ്ങളും ആരും വരാത്ത മീറ്റിംഗുകളും നിങ്ങൾ വിശ്വസിച്ചവർ വാക്ക് തെറ്റിക്കുന്നതും ഒക്കെ നിങ്ങൾ നേരിടേണ്ടി വരും. ചിലപ്പോൾ വീടിന്റെ കറണ്ട് പോലും കട്ട് ചെയ്യപ്പെടുന്നത്ര മോശം അവസ്ഥയുണ്ടാകാം. ആരും നിങ്ങളിൽ വിശ്വസിക്കാത്തൊരവസ്ഥ അവിടെ വരും. എന്നാൽ ഈ കടുത്ത പോരാട്ടങ്ങൾക്കിടയിലും നിങ്ങളുടെ സ്വപ്നത്തെ എല്ലാ ദിവസവും മുറുകെ പിടിച്ച് വിട്ടുവീഴ്ചയില്ലാത്തൊരു മനോഭാവം നിങ്ങൾ സ്വീകരിക്കണം. ഞാൻ വിജയിക്കുന്നതുവരെ ഇതൊന്നും അവസാനിക്കുന്നില്ല എന്ന് നിങ്ങളോട് തന്നെ ഉറക്കെ പറയുക. സാഹചര്യം എത്ര മോശമാണെങ്കിലും ഞാനിത് നേടിയെടുക്കുമെന്ന ഉറച്ച തീരുമാനം നിങ്ങൾക്കുണ്ടാകണം. അങ്ങനെയെങ്കിൽ ആലോചിച്ചു നോക്കൂ, ആ ആദ്യത്തെ ചുവടുവയ്ക്കാൻ നിങ്ങളിന്ന് തയ്യാറാണോ? അതോ വീണ്ടും ആ പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരികെ നടക്കാൻ പോവുകയാണോ? കൂടുതൽ വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ.